ശബ്ദം അടിപൊളി, നല്ല സിനിമ, അടിപൊളി. ഒന്നുകൂടെ കാണും. ഏത് ഈ പടം കൊള്ളാം, കോമഡി അടിപൊളി. നല്ല അടിപൊളി, സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു, നല്ല മൂവിയായിരുന്നു. ക്യാരക്ടർ, മെയിൻ ക്യാരക്ടർ സാധാരണ കൊള്ളാം, നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്ത ഒരു പടമാണ്. സ്ക്രൂ ബോൾ കോമഡിയാണ്, കുറച്ച് ഡാർക്കായിട്ടുള്ള സ്ക്രൂ ബോൾ കോമഡിയാണ്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സംവിധായകനെ നന്നായിട്ട് എനിക്ക് തോന്നുന്നു ആ ജോണർ കൈകാര്യം ചെയ്യാൻ അറിയാം. നന്നായിട്ട് അതിൻ്റെ BGM, പാട്ട്, അതേപോലെ ആക്ടേഴ്സ് എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. തെറ്റൊന്നും പറയാനില്ല. പക്ഷേ ഇത് പബ്ലിക്കിൻ്റെ അടുത്ത് പ്രൊമോഷൻസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു പക്ഷേ നന്നായിട്ട് നല്ല റീച്ച് കിട്ടുന്ന ഒരു പടമാണ്. പാട്ടൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഫെജോ ആണെന്നാണ് ഇത്. നന്നായിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ നല്ല പ്രകാശം. വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെയാണ് ഈ പടത്തിന് വന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അത്ര അറിയപ്പെടുന്ന ആൾക്കാരൊന്നും ഇല്ലല്ലോ. പക്ഷേ ഉഗ്രൻ, നല്ല കളർഫുൾ എന്ന് പറഞ്ഞാൽ ലോജിക്കും ബാക്കിയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ നോക്കരുത്. കളർഫുൾ എന്ന് പറഞ്ഞാൽ കളർഫുൾ എൻ്റർടൈനർ. അതാണ് ഈ സിനിമയെക്കുറിച്ച് ഒറ്റ വാക്കി പറയാൻ. ഉഗ്രനായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്ക്രിപ്റ്റ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് വേറെ ഒരു ജേണറിലും പെടുത്താൻ പറ്റുന്നൊരു സിനിമയൊന്നുമല്ല. കഥയും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ ഭയങ്കര ബ്രില്യൻ്റായിട്ട് അവർ മേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ് പോലും ബോറടിപ്പിക്കത്തില്ല. ലോജിക്ക് എന്ന് പറയുന്നത് തിയേറ്ററിലേക്ക് കയറുമ്പോൾ അതിൻ്റെ പടിക്കൽ വെച്ചിട്ട് കയറി കാരണം ഞാനൊരു പ്രതീക്ഷയില്ലാതെ കാണാൻ വന്നതാണ്. കാരണം എല്ലാം ഇറങ്ങുന്ന സമയത്ത് ഫസ്റ്റ് ഷോ കാണുന്ന ആളാണ്. പക്ഷേ ഇത് കാണണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ആ പാട്ടും ട്രെയിലർ കട്ട്സൊക്കെ കൊള്ളാവുന്നതുകൊണ്ട് വന്ന് കണ്ടാണ്. പക്ഷേ നല്ല കളർഫുൾ എൻ്റർടൈൻമെൻറ്റ്, കളർഫുൾ ഫാമിലിയായിട്ടും കുട്ടികളൊക്കെ ആയിട്ട് ചിരിച്ച് ഉല്ലസിച്ച് ഒരുപാട് നല്ല കോമഡിയും മുഹൂർത്തങ്ങളൊക്കെ ഉണ്ട്. പടം ശരിക്കും പറഞ്ഞാൽ ഒരു ഫെസ്റ്റിവൽ മൂഡാണ്. നല്ലൊരു ഫെസ്റ്റിവൽ മൂവി. ഒരു നെഗറ്റീവൊക്കെ പറയാനൊക്കെ ഇഷ്ടം പോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഇല്ലാതാക്കുന്നു അവരുടെ മേക്കിങ്ങും അവരുടെ പെർഫോമൻസും. എടുത്ത് പറയേണ്ട എല്ലാവരുടെയും പെർഫോമൻസ്. ഒന്ന് ഞെട്ടിച്ച് കളഞ്ഞ നരയൻ എന്ന് പറയുന്ന ആക്ടർ, പിന്നെ നമ്മുടെ റംസാൻ, ആ പയ്യനൊക്കെ ഇത്രയും നന്നായിട്ട് ചെയ്യുമെന്നുള്ളതിൽ ഭയങ്കര അത്ഭുതമായിപ്പോയി. സൂപ്പറായിട്ടുണ്ട് എല്ലാവരും. ഈച്ച് ആൻഡ് എവ്രി വൺ, എല്ലാ ആർട്ടിസ്റ്റും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും ഒരു കളർഫുൾ സിനിമ. പല ജേണേഴ്സ് ഉണ്ടല്ലോ, എന്നാലും ഒരു കളർഫുൾ എൻ്റർടൈൻമെൻറ്റ് കാണുന്നു കുറേ നാളുകൾക്ക് ശേഷം. ഉഗ്രനായിട്ട്